എല്ലാ ദിവസവും ഞാൻ രാവിലത്തെ വിശേഷങ്ങളല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന്. ഒരുപാട് വിശേഷമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് താമസിച്ചാട്ടോ ഇപ്പോൾ രാത്രിയാകുന്നത്. കാരണം നമ്മൾ വിൻ്റർ തുടങ്ങിയതിന് ശേഷം നമുക്ക് പകൽ വളരെ കുറവായിരുന്നു. പെട്ടെന്ന് തന്നെ രാത്രിയാവുമായിരുന്നു കേട്ടോ. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ലൈറ്റൊക്കെ ഇടേണ്ടി വരും. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ഇപ്പോഴും അത്രയും ക്ലിയറായിട്ടൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ രാത്രിയാവുന്നുണ്ട്. എന്നാലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം മഞ്ഞിനൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ റെഡിയാക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ. ഒന്നാമത് ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ. മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടെ കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഉത്സാഹം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഗോതമ്പ് ദോശ. അപ്പോൾ ഗോതമ്പ് ദോശ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ തേങ്ങയും ജീരകവും ഒക്കെ ഏറെ ഇട്ടിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. കൂട്ടത്തിൽ സാമ്പാറുണ്ട്, പിന്നെ ഉച്ചയ്ക്കത്തെ ചിക്കനുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞാൻ പിറ്റേ ദിവസത്തേക്കല്ല കേട്ടോ, 2-3 ദിവസത്തേക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ ചിരണ്ടി അത് ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് ദോശയ്ക്കും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയ്ക്കൊക്കെ ഇനി അത് പൊന്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് തണുപ്പ് സമയത്ത് ദോശമാവൊക്കെ ഒന്ന് പൊന്തി വരാനായിട്ട്. കാരണം അതിന് ഞങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കാരണം നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്ത് പോകും കേട്ടോ. നമ്മളിവിടെ സാധാരണ മറ്റു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ 7 മണി അല്ലെങ്കിൽ 7:30-ക്കുള്ളിൽ തന്നെ ഡിന്നർ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നേരത്തെ തന്നെ കഴിക്കും. ഇപ്പോൾ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം ചൂടാക്കി എടുത്തുകൊണ്ട് വെച്ചു. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്തേക്ക് നമ്മുടെ സുന്ദരിയും ഫാസ്റ്റിയും ഡോറയും എല്ലാം മുറിക്കകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്കുള്ളതൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ സ്വസ്ഥമായിട്ട് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം ഇച്ചാന് ചിക്കനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് വാങ്ങിച്ചാലും അത് 2-3 ദിവസമായിട്ട് ഞാനാണ് കൂട്ടി തീർക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചിക്കൻ റോസ്റ്റും ചിക്കൻ റോസ്റ്റല്ല കേട്ടോ, ഇന്നലെ നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതൊക്കെ കൂട്ടി സാമ്പാറൊക്കെ കൂട്ടി നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാകട്ടോ. ഇവിടെ ഒരുപാട് കമ്പിളിയും ക്വിൽറ്റും എല്ലാം കൂടെ കൂടി കിടക്കുകയാണ്. പ്രത്യേകിച്ച് മക്കൾ വന്ന സമയത്ത് നമ്മളിതെല്ലാം കൂടെ വെളിയിലെടുത്ത് അവർക്കും കൂടി ഉള്ളത്. അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അതൊന്നും തിരിച്ചെടുത്ത് വെച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും വിൻ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ബെഡിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടെ ചൂട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ കമ്പിളി വിരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം കട്ടിയുള്ള കമ്പിളിയും ക്വിൽറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിതിങ്ങനെ നിരന്ന് കിടക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് എപ്പോഴും പറയും മടക്കി വെക്കണമെന്ന്. അപ്പോൾ ഈ ചായ ചോദിക്കും പുതയ്ക്കാനുള്ള സംഭവമല്ലേ പിന്നെ